ഹലോ വെൽക്കം ടു പി കെ ലേണിംഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് PYQ സീരീസ് 2021 പാർട്ട് 5ലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പെൻഡിങ് ഉണ്ടായിരുന്ന കുറച്ച് 5 ഇയർ പ്ലാൻസിൻ്റെ ക്വസ്റ്റൻസും കൂടാതെ ന്യൂ ഇക്കണോമിക് റിഫോംസിലെ ക്വസ്റ്റൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 5 ഇയർ പ്ലാനിൽ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. നമുക്കറിയാം 5 ഇയർ പ്ലാൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്ന ടൈം പീരീഡിലായിരുന്നു പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയത്. ഓപ്ഷൻ എ 1966 to 69, ഓപ്ഷൻ ബി 1978 to 80, ഓപ്ഷൻ സി 1984 to 87, ഓപ്ഷൻ ഡി 1993 to 1995. നമുക്ക് നോക്കാം ആൻസർ എന്താണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് താൽക്കാലികമായി അവധി നൽകിയ കാലഘട്ടമായിരുന്നു ഇത്. 66 to 69. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞ ഓപ്ഷനിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ടൈം പീരീഡിൽ ബ്രേക്ക് എടുത്തെന്ന് നോക്കാം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 to 66 വരെയുള്ള ടൈം പീരീഡിലായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി. അത് പരാജയപ്പെട്ടു. കാരണം എന്താണ്? ആ സമയത്ത് ഇന്ത്യ ഒരുപാട് വാറിൽ ഏർപ്പെട്ടിരുന്നു. ഇപ്പോൾ 62, 65, 68, 71 ഈ ടൈം പീരീഡിലൊക്കെ വാറായിരുന്നു. ചൈനയായിട്ട് പാകിസ്ഥാനായിട്ട് മാറി മാറി ഒരു 10 വർഷത്തെ ടൈം പീരീഡിനിടയ്ക്ക് 4ഓളം വലിയ യുദ്ധങ്ങൾ ഇന്ത്യക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന 2 വാറുകൾ 62, 65 ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന വാറ് ആ പദ്ധതിയെ തന്നെ എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. ഇന്ത്യയുടെ ഇക്കണോമി മൊത്തത്തിൽ ഒന്ന് ചേഞ്ചായി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, കഠിനമായ വരൾച്ച രൂപീകരിക്കപ്പെട്ടു, ആ സമയത്തുണ്ടായി. കൂടാതെ രൂപയുടെ മൂല്യ തകർച്ച എന്നിവ കാരണം നാലാം പഞ്ചവത്സര പദ്ധതി കൃത്യസമയത്ത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഇക്കണോമി ഓൾറെഡി വളരെയധികം ലോയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഒരു പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളൊരു ആനുവൽ പ്ലാൻസ് ഒക്കെ പോലെ ഒരു പ്ലാൻ ഹോളിഡേ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് ആ സമയത്ത്? ഈ സാഹചര്യത്തിൽ വലിയ പദ്ധതികൾക്ക് പകരം 66 മുതൽ 69 വരെ 3 വാർഷിക പദ്ധതികളാണ് നടപ്പിലാക്കിയത്. ഈ 3 വർഷത്തെയാണ് പ്ലാൻ ഹോളിഡേ നമ്മൾ ജനറലി പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഗ്രീൻ റവല്യൂഷൻ ആ സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇത് കാർഷിക മേഖലയ്ക്ക് വലിയ പുരോഗതിക്ക് കാരണമായി. അപ്പോൾ ആ സമയത്ത് ഗ്രീൻ റവല്യൂഷൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. 4th 5 ഇയർ പ്ലാൻ ആയപ്പോഴേക്കും അത് കുറച്ചുകൂടെ ഫ്ലറിഷ്ഡ് സെറ്റപ്പിലേക്ക് വന്നു. അപ്പോൾ യുദ്ധം കാരണം ആ ഒരു സമയത്ത് ഒരു 5 ഇയർ പ്ലാൻ ത്രൂ ഔട്ട് റോൾ ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതിന് പകരം നമ്മൾ 66 മുതൽ 69 വരെ ഒരു ബ്രേക്ക് എടുക്കുകയായിരുന്നു ചെയ്തത്. അതാണ് പ്ലാൻ ഹോളിഡേ. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോയാൽ, ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. തെറ്റായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. റോങ് ആയിട്ടുള്ളത് കണ്ടെത്താനാണ് പറയുന്നത്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 4ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക അനുസരിച്ചാണ് നടപ്പിലാക്കിയത്. 66 മുതൽ 69 വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കി, അല്ലെങ്കിൽ അന്ന് അറിയപ്പെടുന്നു. 1978 ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി. അപ്പോൾ ടൈം പീരീഡ് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ടൈം ലൈനൊക്കെ പോലെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി നമ്മളിപ്പോൾ പ്ലാൻ ഹോളിഡേ നമുക്ക് മനസ്സിലായി, അത് ശരിയാണെന്ന് മനസ്സിലായി. ഇതിന് കൂടെ വന്ന ഒരു ബ്രേക്ക് പീരീഡ് ആയിരുന്നു റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അതിന് കാരണം അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 74 മുതൽ 78 ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ദിരാഗാന്ധി വരുന്നു, ഇന്ദിരാഗാന്ധി അതിനുശേഷം 78 ഇറങ്ങുന്നു. അതിനുശേഷം പ്രധാനമായിട്ടും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഗവൺമെൻറ് വന്നിട്ട് എന്ത് ചെയ്തു? നിലവിലുള്ള പ്ലാൻ മാറ്റിയിട്ട് ഒരു റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുകയാണ് ചെയ്തത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2ാം പദ്ധതി മഹലനോബിസ് മാതൃക, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. 2ാം പദ്ധതിയുടെ കാര്യമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഹരോദ് ദോമർ മോഡൽ 1ാം മാതൃക 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പേരിലും മഹലനോബിസ് മാതൃക 2ാം പദ്ധതിയുടെ പേരിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ പ്രോബ്ലി തെറ്റായിട്ടുള്ള എന്തായിരിക്കും? ഗരീബി ഹട്ടാവോ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ വന്നത്? ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന അർത്ഥമുള്ള ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇത് പ്രധാനമായിട്ടും 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് നടപ്പിലാക്കിയത്. 1974 മുതൽ 78 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു നടപ്പിലാക്കിയത്. അപ്പോൾ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞത് എന്താ? ഇത് 4ാം പദ്ധതി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. അതിനുശേഷം സംഭവിച്ചത് ഇന്ദിരാഗാന്ധി 78 ഇറങ്ങി. അതിനുശേഷം എന്ത് ചെയ്തു? 78 ശേഷം മൊറാർജി ദേശായി വരുന്നു. അദ്ദേഹമാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കുന്നത്. ആ ഒരു പഞ്ചവത്സര പദ്ധതി ഫോർമാറ്റ് മാറ്റിയിട്ട് വീണ്ടും എന്ത് ചെയ്തു? ഇത് നടപ്പിലാക്കുന്നത് ഇന്ദിരാഗാന്ധി ഇറങ്ങിയതിന് ശേഷമുള്ള ടൈം പീരീഡിലാണ്. നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂ ഇക്കണോമിക് റിഫോംസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് കടക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിന്റെ ഫലമായുള്ള മാറ്റത്തിൽപ്പെടുന്നവ. ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷനിലെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന 1 to 4 കോംബോ ഉണ്ട്, 1 to 3 കോംബോ ഉണ്ട്, 1 4 കോംബോ ഉണ്ട്, 2 4 കോംബോ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിക്കുക, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിക്കുക, കൂടാതെ ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടുക. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ടാണ്? 1991 ഇന്ത്യ നടപ്പിലാക്കിയ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, LPG റിഫോംസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പ്ലാൻസ്, ഇതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഉദാരവൽക്കരണം. ഇതിൽ ലിബറലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഉദാരവൽക്കരണം
ഇതിന്റെ ലക്ഷ്യം സാമ്പത്തിക മേഖലയിലെ അനാവശ്യമായ സർക്കാർ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക എന്നതായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ള ലിബറലൈസ് ചെയ്യുക, അതായത് ഇന്ത്യയിലെ ഇക്കണോമി എന്ന് പറയുന്നത് വളരെ ടൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പം ഓരോ ലൈസൻസ് രാജ് പോലുള്ള കാര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും ലിബറലൈസ് അല്ലാത്ത സർക്കാർ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും കുറച്ചുകൂടി ലിബറലൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതായിരുന്നു പ്രധാനമായിട്ടും LPG റിഫോംസ് നടപ്പിലാക്കിയതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നടപ്പിലാക്കിയ കാര്യങ്ങളാണ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക, ലൈസൻസ് രാജ് സമ്പ്രദായം ഒഴിവാക്കുകയും വ്യവസായങ്ങൾ തുടങ്ങുക എളുപ്പമാക്കുകയും ചെയ്തു. ഇതാണ് ആദ്യം കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിന്നെ കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിക്കുക, ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും വിപണിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്താവും, ശരിയാവും. കാരണം എന്താണ്, കുറച്ചുകൂടെ ലിബറലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഫോർമാറ്റിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യം എന്ത് ചെയ്തു, ആ സമയത്ത് 1991 മുതലുള്ള ടൈം പീരീഡിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. വിദേശ മൂലധനവും സാങ്കേതിക വിദ്യയും ആകർഷിക്കുന്നതിനായിട്ട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. അപ്പോൾ കൂടുതൽ മേഖലകളിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പിന്നീട് കുറേ അധികം ഇന്ത്യയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാണ്. ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടിക്കഴിഞ്ഞാൽ ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഫോർമാറ്റിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രസ്താവനയാണ്. ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വിദേശ നിക്ഷേപം അല്ലെങ്കിൽ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ട് വരുന്നത്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള 1, 2, 3 നമുക്ക് ആൻസർ ഇട്ട് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാം. വികസനത്തിന്റെ LPG മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യമന്ത്രി ആരാണ്? ആരാണ് ഈ വികസനത്തിന്റെ LPG മാതൃക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? കൃഷ്ണമാചാരിയാണോ, യശ്വന്ത് സിൻഹയാണോ, മൻമോഹൻ സിംഗ് ആണോ, P ചിദംബരമാണോ? അപ്പോൾ ആ സമയത്ത് ധനകാര്യമന്ത്രി ആരാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ധനകാര്യമന്ത്രിമാരിൽ ഒരാളാണ് അദ്ദേഹം. ആരുടെ കൂടെയായിരുന്നു? PV നരസിംഹറാവുവിൻ്റെ കൂടെയായിരുന്നു അദ്ദേഹം വന്നത്. അദ്ദേഹം അന്ന് ധനമന്ത്രിയായിരുന്നു. അത് മറ്റൊരല്ല, മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ശില്പികളിൽ ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത്. LPG മാതൃക, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയാണ് ചുരുക്കത്തിൽ LPG എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്ന ആരാണ്? വേറെ ആരുമല്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇന്ത്യയുടെ അതിന് മുന്നത്തെ RBI ഗവർണർ ആയിരുന്നു അദ്ദേഹം. ഒരുപാട് വിദേശ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ അദ്ദേഹം പഠിച്ചിട്ട് വന്ന വ്യക്തിയാണ്. കൂടാതെ ഇന്ത്യയുടെ ഒരു ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള രീതിയിലും RBI ഗവർണർ എന്നുള്ള രീതിയിലൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ എക്കോണമിക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 1991 ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഈ ലിബറൽ മൂവ്മെന്റ്സ് ഒക്കെ വന്നത്, LPG റിഫോംസ് നടപ്പിലാക്കാനുള്ള കാരണം? ആ ഒരു ടൈം പീരീഡ് എന്തായിരുന്നു? 1991 ഇന്ത്യ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് PV നരസിംഹറാവു പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയുമായിട്ട് ഈ സർക്കാരുകൾ എന്ത് ചെയ്തു, അന്ന് ആ ടൈം പീരീഡിൽ ഈ ഒരു റിഫോംസ് നടപ്പിലാക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ കാവോസ് ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്, SCRT ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സർക്കാർ ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? PV നരസിംഹറാവു പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയുമായിരുന്നു. ഇതിനെയാണ് നമ്മൾ റാവു മൻമോഹൻ മോഡൽ എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 5. In connection with the globalization, examine the following statements and find out the incorrect statement. താഴെ തന്നിരിക്കുന്ന ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളിൽ തെറ്റായ വസ്തുത കണ്ടുപിടിക്കുക എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. തെറ്റായ വസ്തുത വേണം കണ്ടുപിടിക്കാൻ. Integration of the national economy, no frontiers of states and continents, labor power increases in several dimensions and new global order. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു പെയറായിട്ട് എണ്ണം കൊടുത്തിട്ടുണ്ട്, 1 and 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 and 4 ഓപ്ഷൻ സിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒറ്റ പെയറായിട്ട്, ഒറ്റ പെയർ അല്ലാതെ ഒരെണ്ണം മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ B 4 ഓൺലി, ഓപ്ഷൻ D 3 ഓൺലി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റഗ്രേഷൻ ഓഫ് ദി നാഷണൽ ഇക്കോണമി, ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം നാഷണൽ ഇക്കോണമി ഇൻ്റഗ്രേറ്റഡ് ആയി. നോ ഫ്രണ്ടിയർ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് കോണ്ടിനെൻറ്റ്സ്, അപ്പോൾ കോണ്ടിനെൻറ്റ്സിനും സ്റ്റേറ്റ്സിനൊക്കെ ഒരു ഫ്രണ്ടിയർ ബാരിയർ ഒന്നും വരുന്നില്ല. ലേബർ പവർ ഇൻക്രീസസ് ഇൻ സെവറൽ ഡയമെൻഷൻസ്, അപ്പോൾ ഗ്ലോബലൈസേഷൻ വരുന്നതോടുകൂടി ലേബർ പവർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തതെന്നുള്ളത്, പല ഓർഡറിൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തതെന്നുള്ളത്. ന്യൂ ഗ്ലോബൽ ഓർഡർ ക്രിയേറ്റഡ് ആയി എന്നുള്ളത്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് തെറ്റ് എന്ന് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓപ്ഷൻ D ആണ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ D വന്നത്? ഗ്ലോബലൈസേഷൻ refers to the increasing integration of economies, cultures and populations across the globe. Let's examine each statement. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇൻക്രീസിങ് ഇൻറ്റഗ്രേഷൻ ഓഫ് ദി ഇക്കോണമീസ്, കൾച്ചേഴ്സ് ആൻഡ് പോപ്പുലേഷൻസ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ ബാരിയറുകളൊന്നും ഇല്ലാതെ, ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ യൂണിയനിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഷെൻജൻ റീജിയൻ എന്ന് പറഞ്ഞൊരു ഇക്കണോമിക് റീജിയൻ ഉണ്ട്. അവിടെയൊക്കെ ആളുകൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ ട്രേഡ് ചെയ്യാനും ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല. ആളുകൾക്ക് ബൗണ്ടറികൾ ക്രോസ് ചെയ്യുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നെതർലാൻഡ്, ബെൽജിയം ഒക്കെ തമ്മിലുള്ള ഒരു ബോർഡർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ലെഗ് ഇരിക്കുന്നത് നെതർലൻഡ്സിലായിരിക്കും, മറ്റേ ലെഗ് ഇരിക്കുന്നത് ചിലപ്പോൾ ബെൽജിയത്തിലായിരിക്കും. അത്രയധികം പ്രശ്നമൊന്നും ഇല്ലാത്ത, ബോർഡർ കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ട്രേഡുകളും അതുപോലെ തന്നെ ഈസി ആയിരിക്കും. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ട്രാവൽ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ആ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ ഇതുപോലെ ഒരു സിസ്റ്റം എല്ലായിടത്തും വരികയാണെങ്കിൽ, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് ഒക്കെ ഒരുപാട് രാജ്യങ്ങൾ സൈൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ ഒരു സിസ്റ്റം മുന്നോട്ട് വരികയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒരു ഗ്ലോബൽ ഇൻ്റഗ്രേഷൻ, കൺട്രീസ് തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ സാധ്യമാവും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കുറച്ചും കൂടി എന്ത് ചെയ്യാം, കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറുകയാണ് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് ദ നാഷണൽ ഇക്കോണമി എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ദ പ്രൈമറി ഗോൾ ഓഫ് ദ ഗ്ലോബലൈസേഷൻ ഇസ് ടു ലിങ്ക് എ കൺട്രീസ് ഇക്കോണമി വിത്ത് ദ ഗ്ലോബൽ ഇക്കോണമി ത്രൂ ട്രേഡ് ആൻഡ് ക്യാപിറ്റൽ ഫ്ലോസ്.
അപ്പോൾ നമുക്ക് ഒരുപാട് വിദേശ കറൻസികൾ കിട്ടും, നമുക്ക് അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ ഇങ്ങോട്ട് കിട്ടും, നമുക്ക് എക്സസ് ആയിട്ടുള്ള റിസോഴ്സുകൾ അങ്ങോട്ട് വിൽക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ സിസ്റ്റം എമർജ് ചെയ്ത് വരും. നോ ഫ്രണ്ടിയേഴ്സ് ഓർ സ്റ്റേറ്റ്സ് ആൻഡ് കോണ്ടിനെൻറ്റ്സ്, അതും കറക്റ്റാണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എ ബോർഡർലെസ് വേൾഡ് വെയർ ഗുഡ് സർവീസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്ലോ ഫ്രീലി അക്രോസ് നാഷണൽ ആൻഡ് കോണ്ടിനെൻ്റൽ ബൗണ്ടറീസ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ബാരിയറുകൾ ഇല്ലാതെ ട്രേഡ് ചെയ്യാനും ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കും ഗ്ലോബലൈസേഷൻ വഴി ഉണ്ടാവാൻ പോകുന്നത്. പല കോൺസെപ്റ്റുകളായിട്ട് നമുക്കിത് ടാലി ചെയ്യാൻ പറ്റും. കാൾ മാർക്സ് പറഞ്ഞ കോൺസെപ്റ്റ് മുതൽ മഹാത്മാഗാന്ധി പറഞ്ഞ കോൺസെപ്റ്റുകൾ വരെ ഇത്തരത്തിലുള്ള ഒരു ബോർഡർ സംവിധാനം ഇല്ലാത്ത ഒരു സിസ്റ്റമാണ്. അപ്പോൾ ബോർഡറുകളൊന്നും ഇല്ലാതെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ബോർഡർ ലെസ് ആയിട്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിസ്റ്റത്തിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു തലമാണ് നമ്മളിപ്പോൾ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാപിറ്റലിസം സോഷ്യലിസം ഒക്കെ ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളിൽ എന്താണ് ഒരു ഏകീകൃതമായിട്ടുള്ള സംഭവം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യണമെന്നാണെങ്കിൽ ക്യാപിറ്റലിസത്തിൽ പറയുന്നത് എന്താണ്, ഈ പറയുന്ന മാർക്കറ്റിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അന്നേരം ബൗണ്ടറികളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ്റും കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നു, എല്ലാ ഗവൺമെൻറ്റുകളും ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്, ട്രേഡ് മാർക്കറ്റിന് വിട്ടുകൊടുക്കുകയാണ്. അതുപോലെ ഇക്കണോമിക് സിസ്റ്റംസ് ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന മാർക്കറ്റ് തന്നെയായിരിക്കും. അതിനെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടിരിക്കുകയാണ്. പല രാജ്യങ്ങൾക്ക് അപ്പുറത്ത് ഇപ്പുറത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് പോകാൻ, ഇപ്പോൾ ഇറാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ പാകിസ്ഥാനിലേക്കോ അത്തരത്തിലൊന്നും പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ട്രേഡ് ചെയ്യാനും അത്തരത്തിലുള്ള ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറാനൊക്കെ പറ്റും. വളരെ ഈസി ആയിട്ട് ഗുഡ്സ് നമുക്ക് ചിലപ്പോൾ അമേരിക്കയിൽ എത്തിക്കാനോ അമേരിക്കയിലെ ഗുഡ്സ് ഇങ്ങോട്ട് എത്തിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ താരിഫ് വാർക്ക് നിങ്ങൾ ചിലപ്പോൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അമേരിക്ക ഇന്ത്യയിൽ 50% താരിഫ് വാർ, 250% താരിഫ് വാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ട്രേഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ WTO പോലുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നേരെ ഓപ്പോസിറ്റ് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് മാക്സിമം കൺട്രീസ് സൈൻ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ പല റീജിയണൽ അഗ്രിമെന്റുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാണ് ഇവർ കൂടുതലായിട്ടും ചെയ്യുന്നത്. ലേബർ പവർ ഇൻക്രീസസ് ഇൻ സെവറൽ ഡയമെൻഷൻസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ലേബർ പവർ ഇൻക്രീസസ് ഇൻ സെവറൽ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അത് ഇൻകറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം വൈൽ ഗ്ലോബലൈസേഷൻ അലൗസ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് സ്കിൽഡ് ലേബറിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത്, പക്ഷേ ഇറ്റ് ഇസ് ഓഫൻ ക്രിട്ടിസൈസ്ഡ് ഫോർ റെഡ്യൂസിംഗ് ദ ബാർഗനിങ് പവർ ഓഫ് ദ ലേബർ. അൺസ്കിൽഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ബാർഗനിങ് പവർ, തൊഴിലിന് വേണ്ടിയിട്ട് അവർക്ക് ഉള്ള സിസ്റ്റത്തിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാർഗെയിൻ ചെയ്ത് നിൽക്കാനും അവരുടെ സാലറിനെ പറ്റിയിട്ടും അലവൻസിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ള സിസ്റ്റത്തിനെ കുറച്ചും കൂടി തകർക്കുകയാണ് ഇത് ചെയ്യുന്നത്. The bargaining power of the labor, especially the unskilled workers. The rise of multinational corporations often leads to outsourcing and a decline in the influence of the traditional labor unions. ലേബർ യൂണിയൻസിൻ്റെ പവറിനെ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഔട്ട്സോഴ്സിങ് കുറച്ചുകൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു കമ്പനിക്ക് ഇവിടുത്തെ വേണ്ടാത്തൊരു വർക്കാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട, അത് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നാട്ടിലേക്ക് ഇത് കൊടുക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഒരാൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ ഒരു വർക്കിന് കോസ്റ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ ആ കോസ്റ്റ് കൂടുതലായിട്ടുള്ള വർക്കിൻ്റെ ഒരു പാർട്ട് മാത്രം നമുക്ക് വേറൊരിടത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കാം. അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടുമെങ്കിൽ അത് വേറൊരു സ്ഥലത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനെയാണ് ആര് പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മുടെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലേബർ പവർ ഇൻക്രീസ് ചെയ്യല്ല, കുറച്ചുകൂടെ ഡിക്രീസ് ചെയ്യാണ്. അവരുടെ ബാർഗനിങ് പവർ ഉൾപ്പെടെയുള്ള പവറുകൾ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ന്യൂ ഗ്ലോബൽ ഓർഡർ, ദിസ് ഈസ് കറക്റ്റ്. എന്തുകൊണ്ടാണ് ന്യൂ ഗ്ലോബൽ ഓർഡർ ഉണ്ടാകുന്നത്? Globalization has created a new international system of interdependence, shifting how politics and economics functions at global scale. ഇപ്പോൾ പൊളിറ്റിക്സും ഇതെങ്ങനെയാണ് പ്രോപ്പർലി വർക്കൗട്ട് ആവുന്നത് എന്നുള്ള രീതിയിൽ പുതിയൊരു ഗ്ലോബൽ ഓർഡർ ഉണ്ടാക്കാനായിട്ട് എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള ഫ്രീ ട്രേഡിങ് അഗ്രിമെന്റ്സ് കാര്യങ്ങൾ നടക്കുകയാണ്. ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ ഗ്ലോബൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യാൻ, സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 കടക്കാം. ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളത്. മാച്ച് ദ ഫോളോവിംഗ് അല്ല, ശരിയായ ജോഡി കണ്ടെത്തിയാൽ മതി. ആഗോളവൽക്കരണം, പുറംവാങ്ങൽ. ആബിദ് ഹുസൈൻ കമ്മീഷൻ മൂലധന വിപണികളുടെ വികസനം, സുസ്ഥിര വികസനം, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന അത് നോക്കുക, പിന്നീട് ഫാക്ടർ നോക്കുക. ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് പുറംവാങ്ങലുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നോ ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പുറംവാങ്ങൽ, ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു തീർന്നതേ ഉള്ളൂ. 2 ആബിദ് ഹുസൈൻ കമ്മീഷൻ മൂലധന വിപണികളുടെ വികസനം, പക്ക ഫാക്ച്വൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. സുസ്ഥിര വികസനം എന്ന് പറയുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, CNG. സുസ്ഥിര വികസനം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ പറയും. അതിന് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ബാക്കിയുള്ള ഗ്യാസുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള പെട്രോളിയം, ഓയിൽ പോലുള്ള ബാക്കി റിസോഴ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ CNG എഫക്റ്റീവ് ആണെന്ന് ആലോചിച്ച് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഇതിന് ആൻസർ വരുന്നത് C ആണ്. എന്താണ്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത് പുറംവാങ്ങലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ശരിയാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിണിത ഫലമാണ് ഔട്ട്സോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു കമ്പനി തങ്ങളുടെ ചില ജോലികൾ, IT സേവനങ്ങൾ, കോൾ സെന്ററുകൾ തുടങ്ങിയവ കുറഞ്ഞ ചിലവിലും ലഭ്യമാകുന്ന മറ്റ് രാജ്യങ്ങളിലെ കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണിത്. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ആബിദ് ഹുസൈൻ കമ്മിറ്റി. ആബിദ് ഹുസൈൻ കമ്മിറ്റി എന്ന് പറയുന്നത് മൂലധന വിപണികളുടെ വികസനമല്ല, പകരം എന്താണ്? ചെറുകിട വ്യവസായ മേഖലകളിലെ വികസനമാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആബിദ് ഹുസൈൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ 90s ടൈം പീരീഡിലാണ് കൂടുതലായിട്ടും ഈ ഒരു കമ്മിറ്റിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ആബിദ് ഹുസൈൻ കമ്മിറ്റി അദ്ദേഹം ചെറുകിട വ്യാപാര മേഖലയിലെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലെ പരിഷ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആബിദ് ഹുസൈൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് അല്ല. മൂന്നാമത് പറയുന്നത് സുസ്ഥിര വികസനമാണ്.
അത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോജിക്കലി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശരിയാണ്. എന്തുകൊണ്ടാണ്? ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ തടസ്സപ്പെടുത്താതെ പാരിസ്ഥിതിക സൗഹൃദമായ രീതിയിൽ വികസനം നടപ്പിലാക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മലിനീകരണം കുറഞ്ഞ ഇന്ധനമായിട്ട് CNG ഉപയോഗിക്കുന്നത് സുസ്ഥിര വികസനത്തെ ഒരു മികച്ച ഉദാഹരണം തന്നെയാണ് അല്ലേ. CNG എന്ന് പറയുന്നത് ബാക്കിയുള്ള പെട്രോൾ, ബാക്കിയുള്ള ഗ്യാസുകൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എമിഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും സസ്റ്റൈനബിൾ എന്നല്ല, ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി സസ്റ്റൈനബിൾ ആണ് CNG. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ശരിയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് കടക്കാം. ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. അത് നടപ്പിലാക്കിയതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു. അപ്പോൾ നമുക്ക് കേട്ട് കഴിയുമ്പോൾ കുറച്ച് ലോജിക്കലി മനസ്സിലാവും. ഔട്ട്സോഴ്സിംഗ് കൊണ്ടുവരുന്നുണ്ട്, വിദേശ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ജോബ്ലെസ് ഗ്രോത്താണ് ഉള്ളത്. മൂന്നാമത്തെ കുറച്ചുകൂടെ ഫാക്ച്വൽ നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി രണ്ടും നമുക്ക് നോർമലി ഒരു തിങ്കിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപം വർദ്ധിച്ചു. അത് ഒബ്വിയസ്ലി എന്തായിരിക്കും? ശരിയായിരിക്കും. ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നിയന്ത്രണങ്ങൾ നീക്കിയതുകൊണ്ട് ഇന്ത്യയിലേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപം അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റും കൂടി. ഇത് രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം കൂടുതലായിട്ട് എന്ത് ചെയ്തു? സഹായിച്ചു. ഇന്ത്യയുടെ ഫോറിൻ കറൻസി അസറ്റുകൾ കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സഹായകമായിട്ട് മാറി. രണ്ടാമത്തത് ഔട്ട്സോഴ്സിംഗ് ആണ്. അതായത് പുറം വാങ്ങൽ. അതായത് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ശരിയായിരിക്കും. ഇന്ത്യയിലെ കുറഞ്ഞ വേതനവും മികച്ച സാങ്കേതിക അറിവുള്ള യുവാക്കളുടെ സാന്നിധ്യവും കാരണം വിദേശ കമ്പനികൾ തങ്ങളുടെ സേവനങ്ങൾ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തു. ഇത് IT, BPO മേഖലകളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോൾ നിങ്ങൾ സദർലൻഡ് പോലുള്ള BPO കമ്പനീസ് കേട്ടിട്ടുണ്ടാവും, കോൾ സെന്ററുകൾ പോലുള്ള കമ്പനികൾ ഉണ്ടാവും, IT സെക്ടറുകൾ ഇതുപോലെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇവരിങ്ങനെ ചില ടാസ്കുകൾ മാത്രം ബാക്കി കമ്പനികൾക്ക് പല രാജ്യങ്ങളിൽ നിന്ന് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പനിക്ക് കുറച്ച് പ്രോഫിറ്റബിൾ ആണ്. അത് കുറച്ചും കൂടി ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരാൾക്ക് സാലറി കൊടുക്കുക, അപ്പോൾ ഒരു കോൾ സെന്റർ തുടങ്ങിയിട്ട് അവിടെ സാലറി കൊടുക്കുന്നതിനേക്കാളും വളരെ കുറവായിരിക്കും ഇന്ത്യയിൽ കൊടുക്കുന്നത്. ഇന്ത്യയിലെ ആൾക്കാർക്ക് ടെക്നിക്കൽ നോളജ് ഉണ്ട് താനും, അവർക്ക് സാലറി കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന ഗ്ലോബലൈസേഷൻ ഒരു വലിയ പാർട്ടായിട്ട് മാറി. അടുത്താണ് തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു. ഇതും എന്താണ്? ശരിയാണ്. തൊഴിൽ രഹിത വളർച്ച, ജോബ്ലെസ് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടെന്ന് വെച്ചാൽ 1991 ശേഷം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിന് ജോബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് വലിയ തോതിൽ വളർന്നുവെങ്കിലും ആ വളർച്ചയ്ക്ക് ആനുപാതികമായ തൊഴിലവസരങ്ങൾ നിർമ്മാണ മേഖലയിലോ കാർഷിക മേഖലയിലോ ഉണ്ടായോ എന്നതൊരു തർക്ക വിഷയം തന്നെയാണ്. പ്രധാനമായിട്ട് സെക്കൻഡറി സെക്ടർ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സെക്ടറിൽ കമ്പാരിറ്റീവ്ലി പിന്നെ ഉണ്ടെങ്കിലും പ്രൈമറിയിലേക്ക് വലിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഈ സെക്ടറിന് കഴിഞ്ഞിട്ടില്ല. ഉൽപ്പാദനക്ഷമത കൂടിയെങ്കിലും തൊഴിൽ ലഭ്യത കുറയുന്നു. ഇതിനെയാണ് നമ്മളെന്താ പറയുക? തൊഴിൽ രഹിത വളർച്ച എന്ന് പറയുന്നത്. തൊഴിൽ കിട്ടാനില്ല, പക്ഷേ വളർച്ച ഉണ്ടാകുന്നുണ്ട്. തൊഴിൽ രഹിത വളർച്ചയാണ് പ്രധാനമായിട്ട് ആ സമയത്ത് ക്രിയേറ്റഡ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. ഇതേ ഒരു മോഡലിൽ വേറൊരു ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? ആ സമയത്ത് ധനമന്ത്രിയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. നരസിംഹറാവു, രാജീവ് ഗാന്ധി, ലലു പ്രസാദ് യാദവ്, വാജ്പേയി. ഉറപ്പായിട്ട് നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ എ, നരസിംഹറാവു ആണ്. ഇന്ത്യയിൽ 1991 വിപ്ലവകരമായ പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 91 ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. ആ സമയത്ത് ഇവർ ഈ നയം സ്വീകരിച്ചു. വിദേശ നാണ്യ ശേഖരം കുറഞ്ഞതും പണപ്പെരുപ്പം കൂടിയതുമായിരുന്നു ആ സമയത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം മൻമോഹൻ സിംഗ് എന്ന ധനമന്ത്രിയായിരുന്നു. കൂടാതെ 1991 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് PV നരസിംഹറാവു ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് 1991 ഇന്ത്യയിൽ LPG റിഫോംസ് നടപ്പിലാക്കിയത്. അപ്പോൾ ആ ഒരു സമയത്ത് കടുപ്പത്തിലുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിച്ചിരുന്നു. അപ്പോൾ ഈ നയത്തിൻ്റെ പേര് പൊതുവെ LPG റിഫോംസ് എന്നാണ് വിളിക്കുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. റാവു മൻമോഹൻ മോഡൽ എന്നാണ് ഇതിനെ ജനറലി വിളിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവും ചേർന്നാണ് ഈ പദ്ധതികൾക്ക് രൂപം നൽകിയത്. അതുകൊണ്ടാണ് റാവു മൻമോഹൻ മോഡൽ എന്ന് വിളിക്കുന്നത്. ഈ പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യ ലോക വിപണിയിലേക്ക് തുറക്കപ്പെടുകയും രാജ്യത്തിന് സാമ്പത്തിക വളർച്ചാ നിരക്ക് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് ഉറപ്പായിട്ടുണ്ടായി. അതൊരു ജോബ്ലെസ് ഗ്രോത്ത് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ഇക്കണോമിക് ഗ്രോത്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രൈമറി സെക്ടറുകളൊന്നും അതിൻ്റെ ഒരു ഗുണം എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് കടക്കാം. ചേരുംപടി ചേർക്കാം. മാച്ച് ദ ഫോളോവിംഗ് ആണ്. പുതിയ സാമ്പത്തിക നയം, ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായി, നബാർഡ് നിലവിൽ വന്നു, നിതി ആയോഗ് 1950, 82, 2015, 1991 കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാച്ച് ദ ഫോളോവിംഗ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ബി ആണ്. എന്താണ്? ഓരോ സ്ഥാപനങ്ങളും അവരുടെ സംഭവങ്ങൾ നമ്മൾ താഴെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക നയം ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം 1991 കാര്യം. ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ പരിഷ്കാരങ്ങൾ PV നരസിംഹറാവുവിൻ്റെ കാലത്ത് 91 നടപ്പിലാക്കി. അതാണ് LPG റിഫോംസ് നമ്മൾ വിളിക്കുന്നത്. രണ്ടാമത് ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായതാണ് 1950. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപം നൽകാൻ വേണ്ടിയാണ് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 എന്തിനാണ്? 5 ഇയർ പ്ലാൻസിന് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട്. നബാർഡ് ആണെങ്കിൽ 1982 കാർഷിക ഗ്രാമവികസനത്തിനായിട്ടുള്ള ദേശീയ ബാങ്ക് എന്നുള്ള രീതിയിലാണ് ആര് വന്നത്? നബാർഡ് നിലവിൽ വന്നത്. അപ്പോൾ അത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ശിവരാമൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1982 ജൂലൈ 12 ഇത് സ്ഥാപിതമായത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 4, 1, 2, 3.
അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് നിതി ആയോഗിനെ പറ്റിയിട്ടാണ്. 2015 ആസൂത്രണ കമ്മീഷന് പകരം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 2015 ജനുവരി 1 നിതി ആയോഗ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തായിട്ട് അവസാനത്തെ ക്വസ്റ്റൻ നമ്മൾ പറയാണ്, ഇൻ വിച്ച് 5-year പ്ലാൻ വാസ് ദ AAY അന്ത്യോദയ അന്ന യോജന ലോഞ്ച് ഇൻ ഇന്ത്യ. അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത് എന്താണ്? BPLകാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് 35 കിലോയോളം. ചില സംസ്ഥാനങ്ങൾ കംപ്ലീറ്റ് ഫ്രീ ആണ്, ചില സ്ഥലത്ത് നോമിനൽ പ്രൈസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ BPLന് താഴെ കിടക്കുന്ന ആളുകൾ, പ്രധാനമായിട്ടും വളരെയധികം പട്ടിണി ദാരിദ്ര്യമൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന റേഷനിങ് സംവിധാനമാണ് AAY അല്ലെങ്കിൽ അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. 9th പ്ലാൻ ആണോ, 8th പ്ലാൻ ആണോ, 11th പ്ലാൻ ആണോ, 10th പ്ലാൻ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി ഓപ്ഷൻ എ ആണ്. 9th പ്ലാനിൻ്റെ സമയത്ത് അത് കൊണ്ടുവന്നു. അന്ത്യോദയ അന്ന യോജന 2000 സമയത്താണ് വരുന്നത്. അന്ത്യോദയ അന്ന യോജന എന്ന് പറഞ്ഞാൽ ദി സ്കീം വാസ് ലോഞ്ച്ഡ് ടു പ്രൊവൈഡ് ഹൈലി സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് ടു പൂറസ്റ്റ് ഓഫ് ദ പൂർ എമംഗ് ദ BPL ഫാമിലീസ്. BPLകളിലെ ഓൾമോസ്റ്റ് പൂറസ്റ്റ് ഓഫ് ദ പൂർ ആയിട്ടുള്ള എക്സ്ട്രീം പൂർ ആയിട്ടുള്ള ആളുകൾക്കാണ് ഇത് പ്രധാനമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിന് പ്രത്യേക കളർ കാർഡൊക്കെ നമ്മൾ റേഷൻ കാർഡിൽ അച്ചടിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ഒഫീഷ്യലി ലോഞ്ച് ഇൻ December 25, 2000. ഇപ്പോൾ ക്രിസ്മസ് നാളിലായിരുന്നു, 2000 ക്രിസ്മസ് നാളിൽ December 27 ഈ ഒരു പ്ലാൻ ലോഞ്ച് ചെയ്തു. ടൈം ലൈൻ എന്ന് പറയുന്നത് സിൻസ് ദ 9th 5-year പ്ലാൻ സ്പാൻഡ് ഫ്രം 1997 to 2002. ദ ലോഞ്ച് ഓഫ് AAY in 2000 ഫാൾസ് ഡയറക്ട്ലി വിത്തിൻ പീരീഡ്. പ്രധാനമായിട്ടും 9th 5-year പ്ലാനിലായിരുന്നു. 97 മുതൽ 2002 വരെയുള്ള 9th 5-year പ്ലാനിൻ്റെ ടൈം പീരീഡിലായിരുന്നു 2000 കൊണ്ടുവന്ന ഈ പദ്ധതി നിലവിൽ വന്നത്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് 5-year പ്ലാൻസും ന്യൂ ഇക്കണോമിക് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഏതൊക്കെ ടൈം പീരീഡിലാണ് വന്നത്, പ്രധാനമായിട്ട് 5-year പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടൈമിലും പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെ കൊണ്ടുവന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 5-year പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് ലാസ്റ്റ് എൻഡിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇക്കണോമിക് റിഫോംസിലേക്ക് വരുമ്പോൾ അതിൽ പ്രധാനമായിട്ട് LPG റിഫോംസും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയ ടൈം പീരീഡും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റൻസ് തന്നെ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഫാക്ട്സ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഇതുപോലത്തെ അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും എക്സ്പ്ലനേഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നമുക്ക് 6th എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.